ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 5-ന് യങ് സാങ് ഹൂ സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു വെബ് സീരീസ് ആയിരുന്നു പാരസൈറ്റ് ദി ഗ്രേ എന്ന് പറയുന്ന വെബ് സീരീസ്. മൊത്തം 6 എപ്പിസോഡ്സാണ് സീസൺ ഫസ്റ്റിലുള്ളത്. അപ്പോൾ സീസൺ ഫസ്റ്റേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഈ സീരീസിൻ്റെ ടീസറോ ട്രെയിലറോ ഇത് ആരാണ് സംവിധാനം ചെയ്തിട്ട് പോലും ഉള്ളതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സീരീസ്. കാരണം വെച്ചാൽ എന്നിട്ടാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത് ആരാണ് ഇതിലെ സംവിധായകനെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്രെയിൻ ടു ബുസൻ എന്ന് പറയുന്ന കിട്ടിലെ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനാണ് ഈ സീരീസ് എടുത്തിട്ടുള്ളത്. നല്ല സ്ക്രീൻ പ്ലേ ഉണ്ട്, നല്ല എൻഗേജിങ് ആണ് ഈ വെബ് സീരീസ്. അതുപോലെ ഇഴച്ചിലൊന്നുമില്ല, കിട്ടിലുമായിട്ട് നല്ല പ്ലോട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അവിടെ ട്വിസ്റ്റോ ഇതൊന്നുമില്ല, നല്ല പ്ലെയിനായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തുനിന്ന് കിടക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് സുയി എന്ന് പറയുന്ന ഒരു യുവതിയുടെ പാരസൈറ്റ് ട്രാൻസ്ഫോർമേഷനാണ് കഥയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. ഇതാണ് മെയിൻ കഥയെന്ന് പറയുന്നത്. പാരാസൈറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇതൊരു ഏലിയനാണ്. ഇത് ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ ജീവനോടെ ഇരിക്കുകയുള്ളൂ. ഇത് ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയുടെ ആവശ്യമുണ്ട്. ഈ ഹ്യൂമൻ ബോഡിയിൽ വെറുതെ അത് കയറത്തില്ല. ആ ഹ്യൂമൻ്റെ തലച്ചോറ് കഴിച്ചതിന് ശേഷം ആ പാരസൈറ്റ് ആവുന്ന മോഡാണ്. അതിലൂടെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ നായികയിൽ ആ പാരസൈറ്റ് അത് വർക്ക് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ നായികയ്ക്ക് പകുതി ഹ്യൂമനും പകുതി ഈ പാരസൈറ്റുമാണ്. എന്നുവെച്ചാൽ ഒരു 15 മിനിറ്റ് മാത്രമേ നമ്മുടെ നായികയുടെ ശരീരത്തിൽ ഈ പാരസൈറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു കുട്ടിയാണ് നമ്മുടെ നായിക എന്നുള്ള സുയി എന്ന് പറയുന്നത്. ഒരു ഷോപ്പ് കീപ്പറാണ്, സാധാരണപ്പെട്ടൊരു കുട്ടിയും കൂടെയാണ്. ഒരു ഇൻസിഡൻറ്റ് കാരണമാണ് അവരുടെ ദേഹത്ത് ഈ പാരസൈറ്റ് ഒന്ന് കയറുന്നത്. അങ്ങനെ കയറുന്നതിന് ശേഷം വളരെയധികം ഇൻട്രസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സീരീസിലൂടെ ചർച്ച ചെയ്ത് പോകുന്നത്. പിന്നെ ഒരു പാരാസൈറ്റ് നല്ലതുണ്ടെങ്കിൽ തിരിച്ചൊരു വില്ലനും കാണുമല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ് ഈ പാരാസൈറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനുഷ്യരെ നശിപ്പിച്ചതിന് ശേഷം പാരാസൈറ്റിനെ ഭൂമിയിൽ കുത്തി നിറയ്ക്കുന്നതാണ് ഈ പാരാസൈറ്റിൻ്റെ തലവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നേരിടാൻ വേണ്ടി സുയിയും പാരാസൈറ്റും കൂടെ ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഒരു രക്ഷപ്പെടുത്തലെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ സീരീസിൻ്റെ കഥ എന്ന് പറയുന്നത്. ഗംഭീര സംഭവം, നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് തന്നെയാണ് പാരസൈറ്റ് ദി ഗ്രേ എന്ന് പറയുന്ന വെബ് സീരീസ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ അണഞ്ഞ് വരികയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കത്തിക്കയറിയത് നെറ്റ്ഫ്ലിക്സ്. കാരണം വെച്ചാൽ ഇനി സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വരാൻ കിടക്കുന്നു, ഒരുപാട് സീരീസ് ഇനി നെറ്റ്ഫ്ലിക്സിലൂടെ വരാൻ കിടക്കുന്നു. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഒന്ന് കണ്ടു നോക്കൂ. കിട്ടില്ല സംഭവം തന്നെ പറഞ്ഞിട്ട്. പിന്നെ ഇതൊരു അനിമേഷൻ ചിത്രമായിട്ടാണ് ആദ്യം പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അനിമി കണ്ടവർക്കാണെങ്കിൽ ഇത് എത്ര സ്റ്റാറ്റിഫൈ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അനിമേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഈ ലൈവ് ആക്ഷനാണ് ഞാൻ ആദ്യം കാണുന്നത്. പാരസൈറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു സൗത്ത് കൊറിയൻ വെബ് സീരീസും കൂടെയാണ്. അപ്പോൾ കൊറിയൻ സീരീസും സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ സംഭവം തന്നെയാണ്. അല്ലാത്തവർക്കും കണ്ടിരിക്കാൻ. കാരണം കിടില സംഭവം. എനിക്ക് വളരെയധികം ഈ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.